Okay, let us start anyway. So after the examination, we start the class. Even though the participation is less, we continue because there is a lot more to complete. Okay, so now you see here. We can take page number 76. Page number 76. When Sachin walks out to bat. When Sachin walks out to bat. Who is Sachin? Who can say about or what do you know about Sachin Tendulkar? Sachin കുറിച്ച് എന്തറിയാം? A popular cricketer. Very good. A popular cricketer. വേറെ എന്തെങ്കിലും? No. രാജ്യസഭ MP ആയിരുന്നു. അങ്ങനെ വേറെ എന്തെങ്കിലും? Okay, ഏതായാലും you know better. He is known as the god of cricket. ക്രിക്കറ്റിന്റെ ദൈവം, ക്രിക്കറ്റിലെ ദൈവം എന്നാണ് അറിയപ്പെടുന്നത്. ഗോഡ് ഓഫ് ക്രിക്കറ്റ്. ഡു യു നോ വേർ ഈസ് ഹി ഫ്രം? ഏത് സ്റ്റേറ്റിൽ നിന്നാണെന്ന് അറിയാമോ? ആ പറഞ്ഞോ. മുംബൈ. Yes, he is from Mumbai, the state of Maharashtra. മഹാരാഷ്ട്രയിലെ മുംബൈയിൽ നിന്നാണ് അദ്ദേഹം. അതുകൊണ്ടാണ് മുംബൈക്കർ എന്നും അറിയപ്പെടാറുണ്ട്. മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന് അറിയപ്പെടാറുണ്ട്. സോ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ. നമ്മൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. യൂട്യൂബിലൊക്കെ നോക്കിയാലോ അല്ലെങ്കിൽ ക്രിക്ക് ബസ്സിലൊക്കെ നോക്കിയാൽ കിട്ടും ഇഷ്ടം പോലെ. ഏതാണേലും ഇപ്പൊ റിട്ടയർ ചെയ്തു. വെരി ഫേമസ്. സോ ഹിയർ ഈസ് എ പോയം. സോ ഹിയർ വി ഹാവ് എ പോയം അബൌട്ട് Sachin Tendulkar. When Sachin walks out to bat. When Sachin walks out to bat. How many of you play cricket? നിങ്ങൾ എത്ര പേര് ക്രിക്കറ്റ് കളിക്കാറുണ്ട്? ഉള്ളവർ ഇങ്ങനെ കാണിച്ചാൽ മതി. ആദ്യമൊന്നും കളിക്കാറേ ഇല്ല. ഇല്ല. ഓക്കെ, ജിവാന ഉണ്ട്. ബോയ്സിന്റെ റിപ്ലൈ ഒന്നും കിട്ടിയില്ലല്ലോ. 7 ജീവ കട്ടായോ? ഓക്കെ, എനി ഹൗ സാധാരണ ക്രിക്കറ്റ് ഇപ്പോൾ നമുക്ക് എവിടെ നോക്കിയാലും ക്രിക്കറ്റ് കളിക്കാരാണ്. എവിടെ നോക്കിയാലും ഈ കൊറോണ കാലം ആയതുകൊണ്ട് മാത്രമാണ് കുറച്ച് കുറവ്. അല്ലെങ്കിൽ പുറത്ത് എവിടെ നോക്കിയാലും ഏത് തെങ്ങുതോട്ടത്തിൽ നോക്കിയാലും അല്ലെങ്കിൽ റോട്ടിൽ നോക്കിയാലും ക്രിക്കറ്റ് കളിക്കാരെ കാണാം. പിള്ളേര് ഈ ബാറ്റ് ഇല്ലെങ്കിൽ മടലാണേലും മതി, തെങ്ങും മടലാണേലും മതി. കണ്ടിട്ടില്ലേ? ബോൾ ഇല്ലെങ്കിൽ പേപ്പർ ചുരുട്ടിയാണേലും അവരറിയും. അപ്പൊ അത് ക്രിക്കറ്റ് ഈസ് ഫേമസ്. അത് ഫേമസ് ആകാൻ മെയിൻ ആയിട്ടുള്ള കാരണങ്ങളിൽ ഒരാളാണ് നമ്മുടെ സച്ചിനും തുടങ്ങിയ ഇഷ്ടംപോലെ കളിക്കാരുണ്ട്. ഇപ്പോഴുണ്ട്, ഫോർമർ കളിക്കാരുണ്ട്, ഇപ്പൊ കളിക്കുന്നവരുണ്ട്. ഇപ്പോഴത്തെ കളിക്കാർ നിങ്ങൾക്ക് കൂടുതൽ അറിയാമായിരിക്കും. യു ആർ ഫെമിലിയർ വിത്ത് ഐ തിങ്ക്. യെസ്, IPL-ഉം ഒക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയാം. ആരൊക്കെ ആയിരിക്കും? ആർക്കും പറയാം. എനിബഡി ക്യാൻ സേ. ഇപ്പോഴത്തെ വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി. ഓക്കെ, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ ആണ് വിരാട് കോഹ്ലി. രാഹുൽ ശർമ്മ. ഓക്കെ, സോറി, രോഹിത് ശർമ്മ. യെസ്, വേറെ? വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ശിഖർ ധവാൻ, KL രാഹുൽ, സഞ്ജു സാംസൺ, ഗുഡ് ഫ്രം കേരള. ഏതായാലും കുറെ പേരെ അറിയാം, കൊള്ളാം. പക്ഷെ ഇവിടെ ജഡേജ, രവീന്ദ്ര ജഡേജ, ഋഷഭ് പന്ത്, ഗുഡ്. വേറെ? മഹേന്ദ്ര സിംഗ് ധോനി. അങ്ങനെ ഇഷ്ടംപോലെ ക്രിക്കറ്റേഴ്സ് ഉണ്ട്. ഇനി അതവിടെ നിൽക്കുന്നത്, അത് നമ്മുടെ ക്രിക്കറ്റേഴ്സ് ആണ്. അത് നമ്മുടെ മെൻ ക്രിക്കറ്റേഴ്സ് ആണ്. ഈ വിമൺ ക്രിക്കറ്റേഴ്സ് ഉണ്ട് ഇന്ത്യയുടെ തന്നെ. ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് താരങ്ങളുണ്ട്. അത് ആർക്കെങ്കിലും അറിയാവോ? 1-2 പേര്. ഒരാളെ പോലും അറിയില്ല. ഓക്കെ,
ഞാൻ പറയാം. ഒന്ന് നമുക്ക് വനിതാ ക്രിക്കറ്റിനെ എടുക്കുവാണെങ്കിൽ 1 ആതിര, 2 ജുവാന, 3 ഹലീമ. 3 പേര് വനിതാ ക്രിക്കറ്റേഴ്സ് ആണ്. അല്ലേ? നിങ്ങൾ കളിക്കാറില്ലേ? ഇല്ലേ? ഓക്കെ. ഏതായാലും ഉണ്ട്, നിങ്ങൾ കളിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ വനിതാ ക്രിക്കറ്റേഴ്സ് ആണല്ലോ. പക്ഷെ ഇന്ത്യൻ ടീമിൽ എത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. എത്തപ്പെടാൻ ശ്രമിക്കാം. നമുക്ക് ഇന്ത്യയിൽ കളിക്കുന്നതിൽ ഇഷ്ടം പോലെ കളിക്കാറുണ്ട്. മിതാലി രാജ് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇപ്പം 1-2 ഫോമാറ്റിൽ റിട്ടയർ ചെയ്തു. മിതാലി രാജ്, അതുപോലെ തന്നെ പിന്നെ ഹർമൻപ്രീത് കൗർ, അങ്ങനെ കുറെ പേരുണ്ട്. സ്മൃതി മന്ദാന ഇപ്പൊ ഉയർന്നു വരുന്ന ഏറ്റവും പ്രതിഭാശാലിയായ ഒരു ക്രിക്കറ്റ് കളിക്കാരിയാണ് സ്മൃതി മന്ദാന. ഇതിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ലല്ലോ. ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങളൊന്ന് വനിതാ ക്രിക്കറ്റിനെ കുറിച്ച് നോക്കിയാൽ മതി, മനസ്സിലാക്കാം. ഓക്കെ. ഏതാണേലും ഇപ്പോഴത്തെ ക്രിക്കറ്റേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ തന്നെ ഫോർമർ ക്രിക്കറ്റേഴ്സും ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞതല്ല ഇന്ത്യൻ ക്രിക്കറ്റേഴ്സാണ്. ഫോറിൻ ക്രിക്കറ്റേഴ്സും ഉണ്ട്. IPL ഉള്ളത് കൊണ്ട് മിക്കവർക്കും എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും കൂടുതൽ. അപ്പോൾ ഫോറിൻ ക്രിക്കറ്റേഴ്സ് കുറെ പേരുണ്ട്. അവരിൽ ആരുടെയെങ്കിലും പേരറിയാമോ? ഫോറിൻ ക്രിക്കറ്റേഴ്സിൽ ആരുടെയെങ്കിലും ഒക്കെ പേര്? കാരണം നമ്മുടെ ലെസൺ തന്നെ ക്രിക്കറ്റിനെ കുറിച്ച് ആയതുകൊണ്ടാണ് കൂടുതൽ ചർച്ച അതില്. ആർക്കും അറിയില്ല? ജസ്റ്റത്തെ കുറിച്ച് നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരുടെ പേര് പറയണല്ലോ. ഇന്ത്യക്കാരല്ല പുറമേ ഉള്ളത്, വേറെ രാജ്യത്തില്. പുറമേയുള്ളത് സ്മിത്ത്. സ്മിത്ത്. സാറേ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഫാദു ഫെസിക്സോ അങ്ങനെ ഒരാളില്ലേ? ഗുഡ്. പിന്നെ ഇഷ്ടം പോലെയുണ്ട്. ഗുഡ്. ഗ്ലെൻ മാക്സ്വെൽ. അതെ, മാക്സ്വെൽ. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്നാണ് ഇഷ്ടം പോലെയുണ്ട്. ജോ റൂട്ട്. വെസ്റ്റ് ഇൻഡീസിൽ നിന്നാണെങ്കിൽ ഏറ്റവും ഫേമസ് അല്ലേ ക്രിസ് ഗെയിൽ. അങ്ങനെ കുറെ പേരുണ്ട്. അവരുടെ എല്ലാം പേരിലേക്ക് പോകുന്നില്ല, കുറെ പേരുണ്ട്, നമുക്കറിയാം. നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലൊക്കെ മതി. ഓക്കെ. ഏതാണേലും നമ്മൾ പോയത്തിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് when Sachin walks out to bat, expectations rose to fever pitch as Sachin stepped out to bat. Ruskin Bond dwells on his grace and technique and draws out the secret of the Wonder Man. Who is known as a Wonder Man? But a Wonder Man എന്നറിയപ്പെടുന്നത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. അതെ, സച്ചിൻ ടെണ്ടുൽക്കർ. നമുക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കർ ആദ്യമായിട്ട് 16-ാം വയസ്സിലാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യം കളിച്ചത്. ആദ്യമായിട്ട് 16-ാം വയസ്സിൽ ബാറ്റ് ചെയ്യാൻ പോയി പാകിസ്ഥാനെതിരെയായിരുന്നു ഒന്നാമത്തെ മത്സരം. പാകിസ്ഥാന്റെ തീ പാറുന്ന ബൗളർമാരായിരുന്നു അന്നേരം വഖാർ യൂനിസും വസീം അക്രവും ഒക്കെ. ഭയങ്കര ഫാസ്റ്റ് ബൗളർമാർ, ഏറുകൊണ്ടാ പറന്നു പോകുന്ന അത്രയും സ്പീഡാണ്. അങ്ങനത്തെ ബൗളർമാരെ ഫേസ് ചെയ്തിട്ടാണ് സച്ചിൻ തുടങ്ങിയത്. നമ്മളിപ്പം എന്താ മലയാളത്തിൽ പറയുമ്പോൾ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഭയങ്കര ടഫ് സിറ്റുവേഷനിൽ നിന്ന് ഉയർന്നു വന്നവര് എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം ഓവർകം ചെയ്യും, തരണം ചെയ്യും എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ ഇവിടെ സച്ചിനും അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് വളരെ ഉയർന്ന സ്റ്റേജിൽ എത്തിയത്. അത് സച്ചിനെ കുറിച്ച്. ഇനി നമ്മുടെ റസ്കിൻ ബോണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് റൈറ്ററാണ്. റസ്കിൻ ബോണ്ട് ഈസ് ആൻ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ. ഹലീമ, അവിടെ എന്തൊക്കെയോ വർത്തമാനം കേൾക്കുന്നുണ്ടല്ലോ. ഒച്ച കേൾക്കുന്നില്ലെങ്കിലും വായ അനക്കുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചു. ഓക്കെ. നമുക്ക് എന്താണ്? റസ്കിൻ ബോണ്ട് ഈസ് ആൻ ഇന്ത്യൻ റൈറ്റർ ബട്ട് ഇൻ ഇംഗ്ലീഷ്. അതുപോലെ തന്നെയല്ല, അദ്ദേഹം ഇന്ത്യക്കാരനല്ല, ബ്രിട്ടീഷുകാരനായിരുന്നു.
ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ താമസമാക്കി ഇന്ത്യയിൽ ജീവിക്കുന്ന ആളാണ്. 1934 ജനിച്ച് മസൂറി എന്ന് പറയുന്ന ഡെറാഡൂൺ അറിയാലോ? ഡെറാഡൂൺ നമ്മുടെ ഉത്തരാഖണ്ഡ്. അതെ ഞാൻ നമ്മുടെ പാടിച്ചാലിന് തൊട്ടപ്പുറത്തെ സ്ഥലമാണ് ഉത്തരാഖണ്ഡ് അല്ലേ? ഉത്തരാഖണ്ഡ്. ഗുഡ്. ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റലാണ് ഡെറാഡൂൺ. അതിന് 30-36 കിലോമീറ്റർ അകലെയുള്ള ഒരു ഫേമസ് സ്ഥലമാണ്. പ്രകൃതി രമണീയമായ വളരെ സുന്ദരമായ ഒരു സ്ഥലമാണ് മുസോറി. ഓക്കെ, അവിടെ ജീവിക്കുന്ന ആളാണ് ആര്? റസ്കിൻ ബോണ്ട്. അത് ഇന്ത്യക്കാരനല്ല, പക്ഷെ ഇന്ത്യയിൽ ഇപ്പൊ സ്ഥിരമായിട്ട് ഇന്ത്യയിൽ തന്നെയാണ്. ജനിച്ചപ്പോൾ മുതൽ അടക്കം ഇന്ത്യയിലാണ്. ഇന്ത്യ അത്രയ്ക്ക് ഇഷ്ടമാണ്. അദ്ദേഹം എഴുതിയ പോയമാണ്. So let's see. Look at the first line onwards. There's a hush around the ground, and then the deafening sound of many voices raised to fever pitch. As one young man steps out, his bat in hand, he gives a little hitch of shoulders as he takes his stand. Then gives the waiting field a glance of friendly favor, for he is not one to fret or look askance. The hostile fielders near the bat, he used to that well focused on the wall, not bowler. It spin or swing won't trouble him. He just steps out and gives the ball a handsome clout. No, it's not so simple. Years of practice have gone into that shot. That clip past point, that drive to cover, that lofted six into the crowd. Not too humble, not too proud. He strikes a balance as with grace. In this great game, he holds his place. What is his secret? What is his plan? What makes this boy a wonder man? The answer, friend, is all too plain. He truly learned to love the game. Very important. Last line is very, very important. He truly learned to love the game. നോക്കാം, ഒന്നോടെ പറഞ്ഞിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ലാസ്റ്റ് ലൈൻ ഒന്നോടെ പറയാം. അപ്പോൾ that is what our importance is. Let's see. There is a hush around the ground, and then the deafening sound. There's a hush. What is hush? Silence. There is a silence around the ground, and then the deafening sound. അത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒച്ചപ്പാട്. നിങ്ങൾ ക്രിക്കറ്റ് മത്സരമൊക്കെ കണ്ടിട്ടില്ലേ? ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെയാ? ഓഡിയൻസ് ചുമ്മാ ഇരിക്കുവോ? പള്ളിയിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ മോസ്കിലോ ഒക്കെ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെ ഒച്ചയിടാതിരിക്കുന്ന പോലെയാണോ? ഭയങ്കര സൗണ്ട് ആയിരിക്കും അല്ലെ? ഭയങ്കര ആർപ്പുവിളികളായിട്ട് ഭയങ്കര രസമാണ്. പതാകയും അല്ലെങ്കിൽ ബലൂണും ഒക്കെ ആയിട്ട് ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കും. ഇൻ ദ സെയിം വേ ഹിയർ ഓൾസോ. ആൻഡ് ദെൻ ദ ഡെഫണിങ് സൗണ്ട്, ഡെഫണിങ് കാതടപ്പിക്കുന്ന സൗണ്ട് ഓഫ് മെനി വോയിസസ് റേസ്ഡ് ടു ഫീവർ പിച്ച്. വാട്ട് ഈസ് ഫീവർ പിച്ച്? ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, എക്സ്ട്രീം എക്സൈറ്റ്മെന്റ്, ഭയങ്കര ഇൻട്രസ്റ്റ്. അതാണെന്ത്? Fever pitch. As one young man steps out, why is everyone so much excited? എല്ലാവരും എന്തുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കാൻ കാരണം? സച്ചിൻ ബാറ്റ് ചെയ്യാൻ പോകുന്നു, സച്ചിൻ ബാറ്റ് ചെയ്യാൻ വരുന്നു, അത് തന്നെ കാരണം. അദ്ദേഹം അന്നേരം വലിയ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് അല്ല, യങ് ക്രിക്കറ്റർ വരുന്നു. ജീവ ജോർജ് കേൾക്കുന്നുണ്ടോ? ജീവ കുറെ നേരമായിട്ട് ആ ഫോട്ടോ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ സ്റ്റക്കായിട്ടിരിക്കുന്നതാണോ എന്നറിയാനാ. No response. Okay, anyhow, as one young man steps out, his bat in hand, he gives a little hitch.
he gives a little hit. What is hit? ഒരു ചെറിയ ജസ്റ്റ് ഒന്ന് ബോഡിയൊക്കെ ഇളക്കുന്നതിന് അങ്ങനെ പറയാം. ഹിറ്റ്. ബാറ്റ് ചെയ്യാൻ പോകുമ്പോൾ കാണത്തില്ലേ, അവർ കുറച്ച് എക്സസൈസ് ഒക്കെ ബാറ്റ് ഇങ്ങനെ കറക്കി. That is what is called. Off shoulders he takes his stand. പിന്നെ ബാറ്റ് ചെയ്യാൻ നേരം പൊസിഷൻ എടുക്കും, ഇങ്ങനെ ബാറ്റൊക്കെ പിടിച്ച് ലൈനിൽ നിൽക്കുന്നത്. That is what is called takes his stand. Then gives the waging field a glance. What is glance? എന്താണ് glance? glance എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നോട്ടം, എല്ലാവരും ഒന്ന് നോട്ടം. നമ്മൾ ഓടിപ്പോയി കണ്ണു അടച്ചിട്ട് പോയി ബാറ്റ് ചെയ്യുവാണോ ചെയ്യുന്നത് സാധാരണ ബാറ്റിങ്ങിന് പോകുമ്പോൾ? ഇല്ല, ഫീൽഡർമാർ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കും. എന്തിനാ? അവരുടെ കയ്യിലേക്ക് അടിച്ചു കൊടുക്കാനാണോ? അല്ല, പിന്നെ അവരുടെ കയ്യിൽ പെടാതെ രീതിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാനാണ് നോക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് വാട്ട്. He gives the waiting field a glance of friendly favor, for he is not one to fret. എന്താ fret? What is fret? worry. എന്താ worry എന്ന് പറഞ്ഞാല് പേടിക്കില്ല. ആരാണ് ബോളർ എന്നൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല. Fret or look askance. What is askance? Surprise, extremely fear. അതൊന്നും അല്ല. പിന്നെന്താ? At hostile fielders near the bat. ബാറ്റ് ചെയ്യുമ്പോൾ അതിന് അടുത്ത് തന്നെ ഫീൽഡർമാരൊക്കെ ഉണ്ടാകും ചിലപ്പോൾ. അതാണ് near the field, near the bat is used to that. Well focused on the ball, not the bowler. നമ്മള് കളിക്കാർ പറയുന്നത്, നല്ല കളിക്കാർ പറയുന്നത് എന്താ, കോച്ചുമാരൊക്കെ പറയുന്നത്, നമ്മൾ ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പം എതിരാളി ആയ ബൗളറെ അല്ല നോക്കേണ്ടത്, അദ്ദേഹത്തിന്റെ കൈകളിലെ ബോളേലാണ്. ആ ബോളിൽ മാത്രമേ നോക്കാവുള്ളൂ, എതിരാളിയെ നോക്കരുത് എന്നാ പറയുന്നത്. കാരണം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എതിരാളിയെ നോക്കിയാൽ ചിലപ്പം ബൗളറെ ചിലപ്പോൾ പേടിപ്പിക്കുകയൊക്കെ ചെയ്യും, കണ്ണൊക്കെ ഉരുട്ടി കാണിക്കും. അപ്പം നമ്മുടെ മനസ്സിൽ ഒരു ചെറിയൊരു ഷിവർ വരും. അങ്ങനെയാകുമ്പോൾ ഇവിടെ അടിച്ചാൽ അതിലേ പോകും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. അതുകൊണ്ടാണ് ബോളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ബോൾ വരുന്ന ഏരിയയാണോ അത് നോക്കി അടിക്കുക. ഓക്കെ, അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ ചക്ക ഇട്ടപ്പം മൊയില് ചത്തു എന്ന് പറഞ്ഞ പോലെയൊക്കെയാണോ? കണ്ണും പൂട്ടി അടിച്ചു, 6 പോയി, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. 1-2 പ്രാവശ്യമൊക്കെ നടക്കും. സ്ഥിരമായിട്ട് പറ്റുമോ? ഇല്ല. ഓക്കെ, anyhow, let's continue. Well focused on the ball and not the bowler. If spin or swing, won't trouble teams. Spin-o, swing-o. ഈ സ്പിൻ എന്താ? സ്പിൻ ബോൾ. ആർക്കാ ഒരു സ്പിൻ ബോൾ ചെയ്ത് കാണിക്കാൻ പറ്റുന്നത്? ആക്ഷൻ മതി, ആക്ഷൻ. അതെ, അവിടുന്ന് വരുന്നുണ്ട്, പലരും കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ്? ഒരു തിരിക്കലാണ്, അതാണ് സ്പിൻ ചെയ്ത്. കറക്റ്റ്, അത് തന്നെ. അവിടുന്ന് അർജുനൊക്കെ ഭയങ്കര ബോൾ ചെയ്യുന്നുണ്ട്. ബോളില്ലെന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഇപ്പൊ എനിക്കിട്ട് കൊണ്ടേനെ. അപ്പം അത്രയ്ക്ക് ഭയങ്കര ആക്ഷൻ. എന്താണ്? സ്പിൻ ചെയ്ത് വരുന്നുണ്ട്. സ്പിൻ, കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ സ്വിങ് എന്താ? സ്വിങ് അത് സ്വിങ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ബോളിനാണ്. മീഡിയം ഫാസ്റ്റ് ബോളേഴ്സിനുമാണ് സ്വിങ് കിട്ടുക. കുത്തിയെടുത്ത് നിന്ന് ബോള് അങ്ങോട്ടോ ഇങ്ങോട്ടോ, അകത്തേക്കോ പുറത്തേക്കോ, ഔട്ട് സ്വിങ്, ഇൻ സ്വിങ് എന്ന് പറയും. അത് സ്വിങ്. അത് ഭയങ്കര സ്പീഡിലായിരിക്കും പോവുക. മറ്റേത് സ്പിൻ ബോളേഴ്സ് ആണ്. അവർ കറക്റ്റ് ബോളിന് സ്പീഡ് കുറവായിരിക്കും. ഇവിടെ കുത്തിയിട്ട് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് അത്രയ്ക്ക് കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, റെഡി. ഇവിടെ ബൗളേഴ്സ് ആരെങ്കിലും ഉണ്ടോ? സലീമയുടെ കൂടെ ഒരു കൊച്ചു നിൽപ്പുണ്ട്. അവൻ ബൗളറാന്ന് തോന്നുന്നു കണ്ടിട്ട്. ആണോ? വേറെ ഇവിടെ ഇരിക്കുന്നതിൽ ആരെങ്കിലും ബൗളർമാരുണ്ടോ? നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നതല്ലേ? എല്ലാവരും ബാറ്റിംഗ് മാത്രം ഇഷ്ടമുള്ളോ? ബോളിംഗ് ഉണ്ട്. ഓക്കെ, ഏതായാലും 6ാം ക്ലാസ് സമയമുണ്ട്. അപ്പൊ കുറച്ചുകൂടെയൊക്കെ പ്രാക്ടീസ് സമയമുണ്ട്, പ്രാക്ടീസ് ചെയ്യാൻ. Ready, let's continue. Won't trouble him. He just steps out and gives the ball a handsome cloud. ഒരു ചെറിയൊരു തട്ടല്. സ്പീഡ് ബോൾ വരികയാണെങ്കിൽ ഇത് ഇങ്ങനെ വലിയൊരു തട്ടല് മതി. അതാണ് ഹാൻസം ക്ലൗഡ്. നോ, ഇറ്റ്സ് നോട്ട് സോ സിമ്പിൾ. നമ്മൾ നോക്കുമ്പോൾ തോന്നും വളരെ ഈസി. ഇങ്ങനെ ഒരു ബോൾ വരുന്നു, നമ്മൾ ഇങ്ങനെ തിരിച്ചു വിടുന്നു. പക്ഷേ
അത് ചെയ്യാൻ എളുപ്പമാണോ? ഭയങ്കര ടഫാണ്. കാരണം അത് കറക്റ്റ് ഫീൽഡേഴ്സിന്റെ കയ്യിൽ പെടാതെ ആ ഗ്യാപ്പിലൂടെ പോകണമെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് സോ സിമ്പിൾ. ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ് ഹാവ് ഗോൺ ഇൻ ടു ദാറ്റ് ഷോട്ട്. വർഷങ്ങളുടെ പ്രാക്ടീസ് വേണം അങ്ങനെയൊക്കെ കളിക്കാൻ. ഇപ്പം നേരെ ഒരു ബോൾ വരുവാണെങ്കിൽ സിക്സർ അടിക്കാൻ ആർക്കും പറ്റും, അതിന് വലിയ പ്രാക്ടീസ് ഒന്നും വേണ്ട. പക്ഷെ കറക്റ്റ് പോയിന്റിലൂടെയും അല്ലെങ്കിൽ കറക്റ്റ് നമ്മൾ വരച്ച വരയിലൂടെയൊക്കെ ബോൾ അടിച്ചു വിടുന്നവരുണ്ട്. അതിലെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ് ഈസ് നീഡഡ്. നൗ ദാറ്റ് ക്ലിപ്പ് ഫാസ്റ്റ് പോയിന്റ് ദാറ്റ് കവർ ഡ്രൈവ് ടു കവർ ദ ലോഫ്റ്റഡ് സിക്സ് ഇൻ ടു ദ ക്രൗഡ്. ഉയർത്തി അടിക്കുന്നതിനാണ് ലോഫ്റ്റഡ് ഷോട്ട്. ഓക്കെ, ഇൻ ടു ദ ക്രൗഡ്, നോട്ട് ടു ഹംബിൾ, നോട്ട് ടു പ്രൗഡ്. കുറെ ക്രിക്കറ്റ് കളിക്കാരുള്ളത് കൊണ്ടും 6ാം ക്ലാസ് ആയതുകൊണ്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. സിക്സറും ഫോറും തമ്മിലുള്ള വ്യത്യാസം എന്താ? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിക്സർ ആൻഡ് ഫോർ? സിക്സർ ലൈനിനെ കടന്നു പോകുന്നതിനാണ് അതെ സിക്സർ എന്ന് പറയുന്നത്. അതെ, സിക്സ് പറയുന്നത് ലൈൻ പൊങ്ങി പോകുന്നതാണ് സിക്സ്. കുത്തി ഗ്രൗണ്ടിൽ പിച്ച് ചെയ്ത് പോകുന്നതാണ് ഫോർ. കറക്റ്റ്, അത് തന്നെ കറക്റ്റ്. രണ്ടും ബൗണ്ടറി ലൈൻ കടക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് ആകാശത്തൂടെ വായുവിലൂടെയാണ്, നിലം തൊടാതെ ബൗണ്ടറി ലൈൻ കടക്കുന്നതാണ് സിക്സർ. മറ്റേത് അതെ, നിലത്തോടെ പിച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ബൗൺസ് ചെയ്തിട്ട് പോകുന്നത് ഫോർ. ഇന്നത്തെ ഈ IPL-ന്റെ കാലമാണല്ലോ എപ്പോഴും 2020 കാലമല്ലേ എല്ലാം. ചെറിയ നിങ്ങൾ ടെസ്റ്റ് ക്രിക്കറ്റ് കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ ടെസ്റ്റ് ക്രിക്കറ്റ്? ഉണ്ട്, കുറച്ച് പേർക്കുണ്ട്. ഓക്കെ, ഏതായാലും ടെസ്റ്റ് ക്രിക്കറ്റും വൺ ഡേ ക്രിക്കറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? എത്ര പേർക്ക് അറിയാവുന്ന നോക്കട്ടെ. ODI ക്രിക്കറ്റ് എന്ന് പറയും, വൺ ഡേ ഇന്റർനാഷണൽ. അതും ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഔട്ട് ആവുന്നവരെ 90. ഓക്കെ, എത്ര ഇന്നിങ്സ് ഉണ്ടാകും? അത്രയും പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അർജുൻ പറഞ്ഞത് കറക്റ്റ് ആണ്. അതായത് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 90 ഓവർ ആണുള്ളത്, മാക്സിമം 90 ഓവർ. ഒരു ഓവർ 6 ബോളാന്ന് അറിയാലോ. 90 ഓവർ ആണ് ഉള്ളത്. അത് ഔട്ട് ആകുന്നതോടും വരെ നമുക്ക് കളിക്കാം. എല്ലാം അടിക്കണമെന്നോ ഇത്ര ഓവർ കഴിയുമ്പോൾ മാറണമെന്നോ ഇല്ല, നമുക്ക് ഔട്ട് ആകുമ്പോൾ കളിക്കാം. പക്ഷേ ഒരു ടീമിന് 2 പ്രാവശ്യം ബാറ്റ് ചെയ്യാം. ആണ്, ഒരു ടീമിന് 2 ഇന്നിങ്സ് ഉണ്ട്. ഫസ്റ്റ് ഇന്നിങ്സ്, സെക്കൻഡ് ഇന്നിങ്സ്. സപ്പോസ് ഇപ്പൊ ആദ്യം ഇന്ത്യ ബാറ്റ് ചെയ്താൽ ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യും. അവരുടെ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞാൽ ഇന്ത്യക്ക് 2ാം ചാൻസ് ഉണ്ട്, സെക്കൻഡ് ഇന്നിങ്സ്. പിന്നെ അവരുടെ 4th ഇന്നിങ്സ്, അതായത് 3rd ഇന്നിങ്സ് വരും, 4th ഇന്നിങ്സ്. അങ്ങനെ 4 ഇന്നിങ്സ് ആണ് ഒരു ടെസ്റ്റ് മാച്ചിലുള്ളത്. ഇതെല്ലാം കൂടി ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്നവരാണ് ജയിക്കുന്നത്. അപ്പോൾ അത് 5 ദിവസത്തിനുള്ളിൽ തീരുകയും വേണം. 5 ദിവസത്തിനുള്ളിൽ തീർന്നില്ലെങ്കിൽ ഡ്രോ മാച്ച് ആകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അത്ര അറിയത്തില്ലെങ്കിലും ടെസ്റ്റ് മാച്ചും വൺ ഡേ മാച്ച് എന്താ? 50 ഓവറാണ് ഒരു ടീമിന് ബാറ്റ് ചെയ്യുന്നത്. ഏകദിനം ഒരു ഏകദിനത്തിൽ 50 ഓവറാണുള്ളത് ഒരു ടീമിന് ബാറ്റ് ചെയ്യാറുള്ളത്, മറ്റേ ടീമിനും 50. അതെ, അതിൽ കൂടുതൽ അടിക്കുന്നവർ ജയിച്ചു. ആദ്യം ബാറ്റ് ചെയ്യുന്നവർ 299 എടുത്താൽ, 300 എടുത്താൽ മറ്റൊരു ജയിച്ചു. അതിന് താഴെയായി പോയാൽ മറ്റൊരു ജയിച്ചു. ഓക്കെ, ഏതാണേലും അത് ലിമിറ്റഡ് ഓവർ എന്ന് പറയും. ഇത്ര ഓവറിന് ലിമിറ്റ് ഉണ്ട്. അതും പോട്ടെ. അങ്ങനെയാണെങ്കിൽ 2020 അറിയാലോ. 2020 വെരി മച്ച്. 2020 സിനിമയല്ല, 2020 ബിസ്ക്കറ്റും അല്ല. പിന്നെന്താ? 2020 ക്രിക്കറ്റ് ഉണ്ട്. വെരി ഇൻട്രസ്റ്റിംഗ്. അതാണ് നമ്മുടെ ഇപ്പൊ IPL ഒക്കെ 2020 ആണല്ലോ. കംപ്ലീറ്റ് 2020 കാണാൻ ഭയങ്കര ത്രില്ലിങ്ങാ. ടെസ്റ്റ് ആണെങ്കിൽ ഏറ്റവും ബോറും, മുഴുവൻ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും, റൺസ് ഒന്നുമില്ല, കാണാൻ ഒരു രസവും ഇല്ല. പക്ഷെ അതിന് ഭയങ്കര ഇതെല്ലാം കൂടുതൽ ഏറ്റവും സ്കില്ല് വേണ്ടത്, ഏറ്റവും കഴിവ് വേണ്ടത് ടെസ്റ്റ് കളിക്കാനാണ്. കാരണം ഈ വെയിലത്ത്, വെയിലത്ത് ഒരു ദിവസം മുഴുവൻ ബാറ്റ് ചെയ്യണമെന്ന് പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ 2020 ആണ്. 2020 വരുന്നു, അടിക്കുന്നു. സിക്സറിന്റെ ലോകങ്ങളാണ് മിക്കതും. സിക്സറും ഫോറും ഇല്ലാതെ 2020 കാണാൻ ഒരു രസമില്ല.
അവിടെ ബൗളർമാർക്ക് വലിയ സ്ഥാനമില്ല, അടിയാണ്, അടി, ബാറ്റിംഗ്. അപ്പം നമുക്കറിയാലോ യുവരാജ് സിംഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യുവരാജ് സിംഗ്, ഹാവ് യു ഹേർഡ് അബൌട്ട് യുവരാജ് സിംഗ്? യെസ്, വെരി ഫേമസ്. ഇപ്പൊ റിട്ടയർ ചെയ്തു. എങ്കിലും അദ്ദേഹത്തിന്റെ 2007 ഒരു 2020 ആദ്യത്തെ ലോകകപ്പിൽ ഒരു റെക്കോർഡുണ്ട്. ആർക്കെങ്കിലും പറയാമോ? 2007 അദ്ദേഹത്തിന്റെ ഒരു ലോകകപ്പ് റെക്കോർഡുണ്ട്. ആദ്യത്തെ 2020 ലോകകപ്പ് നടക്കുമായിരുന്നു അന്നേരം. ഇംഗ്ലണ്ടിനെതിരെയാണ്. അത്രയും ക്ലൂവും കൂടെ തരാം. ഇല്ല, ഓർമ്മയില്ല. ഒരു ഓവറിൽ എത്ര ബോളാ ഉള്ളത്? 6 ബോളാണ് ഒരു ഓവറിലുള്ളത് അല്ലെ? ആ 6 ബോളും സിക്സർ അടിച്ച വ്യക്തിയാണ് ആര്? ഒരു ഓവറിൽ 6 ബോളും സിക്സർ, 6 4 അല്ല, 6 ബോളും സിക്സർ അടിച്ച ഭയങ്കരൻ ഒരു കളിക്കാരനാണ് യുവരാജ് സിംഗ്. അന്ന് ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുകയും ചെയ്തു. 2007 ഇന്ത്യ ലോകകപ്പ്, ആദ്യത്തെ ലോകകപ്പ് ഇന്ത്യ നേടുകയും ചെയ്തു. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 6 ബോളും സിക്സർ. കാണാൻ നല്ല രസമാണ്. എല്ലാ ബോളും എറിയുന്നു, ബോളിലേക്ക് പോകുന്നു. നല്ല രസമാണ് കാണാൻ, ഇൻട്രസ്റ്റിംഗ് ആണ് കാണാൻ 2020. പക്ഷേ അതിനത്ര വലിയ സ്കില്ല് വേണ്ട. നമ്മൾ വരുന്നു, അടിക്കുന്നു, അത്രേ ഉള്ളൂ. എങ്ങനെയും റൺസ് വേണം. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇവിടെ സച്ചിൻ തെണ്ടുൽക്കറൊക്കെ വന്ന കാലത്ത് ഫുള്ള് ടെസ്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു. ടെസ്റ്റും ലിമിറ്റഡ് ഓവർ, 50 ഓവർ ക്രിക്കറ്റും, 1 ഡേ ക്രിക്കറ്റും, പിന്നെ 2020 അദ്ദേഹം കളിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ ഇതായിരുന്നു. Now let us see the other line. That cover, drive to the cover, that lost a 6 into the crowd. അതായിരുന്നു കണ്ടത്. Not too humble, not too proud. അത്ര മര്യാദയൊന്നും ഇല്ല. ബോൾ വരുന്നു, അടിക്കുന്നു. ബോളിനോട് യാതൊരു ദയയും കാണിക്കുന്നില്ല. He strikes a balance as with grace. എന്താ ഗ്രേസ്? നല്ല രസമുണ്ട് കാണാൻ, നന്മ, നല്ലൊരു അട്രാക്ഷൻ. In this great game he holds his place. ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് ഭയങ്കര സ്ഥാനമുണ്ട്. ക്രിക്കറ്റിന്റെ ലോകത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾ സച്ചിൻ തെണ്ടുൽക്കർ തന്നെയാണ്, നോ ഡൗട്ട്. ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് ക്രിക്കറ്റിലെ ദൈവം എന്ന് പറയുന്നത്. ഓക്കെ, ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറൊരാളുണ്ടല്ലോ, ഓസ്ട്രേലിയയിൽ ഒരു ഭയങ്കര കളിക്കാരനുണ്ടായിരുന്നു, ഇപ്പൊ മരിച്ചുപോയി, നേരത്തെ ഉണ്ടായിരുന്ന, അറിയാവോ? ഡോൺ ബ്രാഡ്മാൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഡൊണാൾഡ് ബ്രാഡ്മാൻ, ഡോൺ ബ്രാഡ്മാൻ ഭയങ്കര ഫേമസ് ക്രിക്കറ്റർ ആയിരുന്നു. ഓക്കെ, അങ്ങനെ കുറെ പേരുണ്ട്, എങ്കിലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രാഡ്മാൻ. ഇനി with grace in this great game he holds his place. What is his secret? What is his plan? എന്താണ് അദ്ദേഹത്തിന്റെ പ്ലാൻ? എന്താണ് അദ്ദേഹത്തിന്റെ സീക്രട്ട്? What makes this boy a wonderman? ഈ ബോയ് ഒരു വണ്ടർമാൻ ആയിട്ട് മാറ്റുന്നത് എന്താണ്? The answer, friend, is all too plain. ആൻസർ വളരെ സിമ്പിൾ ആണ്. ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്താ? He truly learned to love the game. ആ ഗെയിമിനെ സ്നേഹിക്കാൻ അദ്ദേഹം പഠിച്ചു. അതാണ്, ശരിക്കും സ്നേഹിച്ചു ആ ഗെയിമിന്. ക്രിക്കറ്റ് അല്ലാതെ വേറൊരു ലോകമില്ല. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും ഉയരങ്ങളിലെത്താൻ പറ്റി. ഓക്കെ, നമുക്ക് ക്ലാസ് ഇത്രയും മതി. റസ്കിൻ ബോണ്ട് അത് മതി. നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം ഒന്ന് വായിക്കണം ശരിക്കും. എന്നിട്ട് ഇവിടെ റീഡ് ആൻഡ് എൻജോയ് ഉണ്ട്, അങ്ങനെ കുറച്ച് കംപ്ലീറ്റ് ദി സെന്റൻസസ് ഉണ്ട്. അതൊന്ന് ട്രൈ ചെയ്യണം. ദാറ്റ് ഈസ് ദ ഹോംവർക്ക്. അത് ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത് നോക്കിക്കേ. ഹിയർ യു കൻ സീ യൂസ് പെൻസിൽ ഓൺലി. പെൻസിൽ കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, പൂരിപ്പിക്കാവുള്ളൂ. എന്നിട്ട് എനിക്ക് അതിന് ഫോട്ടോ അയച്ചു തരണം. ശരിയോ തെറ്റോ എന്നുള്ളത് കുഴപ്പമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പെൻസിൽ കൊണ്ടേ ചെയ്യാവുള്ളൂ. നമുക്ക് മായച്ചിട്ട് പിന്നെ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം ബാക്കി പറ്റിയാൽ. ഓക്കെ, സോ ട്രൈ ദാറ്റ്. നിങ്ങൾ ശ്രമിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഐ വാണ്ട് ദാറ്റ് in the next class. In the next class or before next class, maybe before evening, before 7 o'clock today. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മുമ്പ് അത് കിട്ടണം. ഓക്കെ, ഇനി ഒന്ന് സമയം ഏതാണ്ട് തീർന്നു എങ്കിലും 1-2 ഇത് ഈ എൻജോയ് ദ പോയം കണ്ടോ? എൻജോയ് ദ പോയം. പിന്നെ റൈറ്റ് ദി ആൻസേഴ്സ് മാത്രം വേണ്ട. അതായത് എക്സസൈസ് നമ്പർ C വേണ്ട.
മനസ്സിലായില്ലേ? എക്സസൈസ് സി വേണ്ട, ബാക്കി എ ബി ആൻഡ് ഡി, എയും ബിയും ഡിയും. ഓക്കെ, വേറെ 1 minute, let me take the attendance. Arjun P. Raj. Sir. Present. Adira. Present, sir. Yes. Halima. Present, sir. Yes. Kevin. Present, sir. Yes. Jiva George. Present, sir. Present, yes. Joanna Siju. Present, sir. Present. Justus George. Present. Then Sri Vishnu Subhash. വന്നിരുന്നു പോയതാണ്. Okay, so that's enough for now. In the next class, that is on next Saturday, I will ask you a few questions about the ISL. നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ചല്ലേ സംസാരിച്ചത്? ISL ഫുട്ബോളിനെ കുറിച്ച്, ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളില്ലേ, അതിനെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. ഏതൊക്കെയാണ് ടീമുകള്, നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏത്, തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കും. Get ready. Okay. So see you in the next class. Bye bye.